person is enslaved to this lust is a victim to sin. ആകയാൽ യൗവനമോഹങ്ങളെ ഒരു യൗവനക്കാരൻ ജയിക്കണമെന്ന് നമ്മളെ തിരുവെടുത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God advises young man should just overcome the deceitful lust. രണ്ടാമത് തിരുവെടുത്ത് ശരീരമോഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Secondly, the word of God speaks about the physical lust. മറ്റ് തിരുവെടുത്ത് പ്രപഞ്ചമോഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. The word of God speaks about the lust of the world. വീണ്ടും തിരുവെടുത്ത് ഭക്തികെട്ട മോഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. The word of God speaks about the ungodly lust. തിരുവെടുത്ത് കൺമോഹത്തെ കുറിച്ചും The പറഞ്ഞിരിക്കുന്നു. word of God speaks about the lust of the eyes. തിരുവെടുത്ത് വിഷയമോഹങ്ങളെ കുറിച്ച് The പറഞ്ഞിരിക്കുന്നു. word of God speaks of lust of the desire. ഇങ്ങനെ പലവിധമായ മോഹങ്ങൾ പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടുവരും. Thus the devil is bringing into human heart different branches of lust. ഈ മോഹം ഹൃദയത്തിനുള്ളിൽ കാലങ്ങൾ കൊണ്ട് ഗർഭം ധരിക്കും. So this because of desire is conceived in heart. അത് പാപത്തെ പ്രസവിക്കും. That begets sin. പാപം മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകും. Sin is driving man unto death. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Brothers and sisters, listening to me. ഈ നിലവാരത്തിൽ 2, 3, 4 വാക്കുകൊണ്ട് ഒതുക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. Sin is a subject that cannot be completed by giving 2 or 3 definitions. തിരുവെഴുത്തിൽ പാപത്തിന്റെ അനേക രൂപങ്ങളെ കുറിച്ച് വിവിധ നിലവാരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. In the word of God, different kinds of portrayals are given concerning the different dimensions of sin. ഉൽപ്പത്തി പുസ്തകം 39 വാക്യത്തിലേക്ക് വരുമ്പോൾ Book of Genesis chapter 39 verse 9. യോസഫ് വ്യഭിചാരത്തെ മഹാദോഷം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. Joseph portrays this adultery to a hardcore sin. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്തിന്? Why should I commit sin against God by doing this great evil? ആദ്യം ഒരു വ്യക്തി വ്യഭിചാര ദോഷത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ അവൻ മഹാദോഷമാണ് പ്രവർത്തിക്കുന്നത്. When a person commits a sin of adultery, he is committing the heinous sin against God. അവൻ മഹാദോഷം പ്രവർത്തിക്കുന്നു മാത്രമല്ല, അവൻ മനുഷ്യരോടല്ല പാപം ചെയ്യുന്നത്, ദൈവത്തോട് പാപം ചെയ്യുക. Not only is he doing that heinous sin, he is committing sin against God too. ഉൽപ്പത്തി 32 വാക്യത്തിലേക്ക് വരുമ്പോൾ Genesis 32 verse 30. രൂപമടക്കം അതിന് വിഗ്രഹാരാധന മഹാപാതകമെന്നാ പറഞ്ഞിരിക്കുന്നത്. It is said that idolatry, give importance to that image, that is also sin. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ രൂപമടക്കം സർവ്വസാധാരണമായിരിക്കെ ചെയ്യുന്നത്. This world, people just worship before deities. That has become a common phenomenon. വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ വണങ്ങുകയാണ് ചെയ്യുന്നത്. Making the image of saints and worshipping the same. തിരുവെടുത്തതിനെ മഹാപാതകം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. What God says, that is a great disaster. ലേവ്യ പുസ്തകം 22 അധ്യായത്തിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ Leviticus chapter 22 verse number 9. ദൈവിക പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അത് പാപമാണ്, അതിനാൽ അവൻ മരിക്കും എന്ന് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. Trivializing the law of God, that amounts to sin, whereby he will be condemned to be killed. ദൈവത്തിന്റെ വചനത്തിൽ ചെറുതും വലുതുമായ അനേക പ്രമാണങ്ങളെ കാണുവാൻ സാധിക്കും. In the word of God we come across major and minor, major and minor roses of God. ന്യായപ്രമാണത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണം അഗ്നിയാൽ എഴുതപ്പെട്ടതാണ്. In the law given to Moses by God is written by fire. യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയ്ക്ക് നൽകിയ പ്രമാണം രക്തം കൊണ്ട് എഴുതപ്പെട്ടതാണ്. The law given to the church through Lord Jesus Christ is written by the blood. ആകയാൽ ഈ പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അത് പാപമാണ്. If you trivialize these laws, that amounts to sin. ദൈവത്തിന്റെ വചനത്തിൽ ചെറുതും വലുതുമായ അനേക പ്രമാണങ്ങളെ ദൈവം തന്നിട്ടു. The word of God is given plenty of minor and major laws. ഈ പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അതിനാൽ പാപവും മരണവും മനുഷ്യ ജീവിതത്തിൽ കടന്നു If വരും. you amplify these laws, whereby sin and the consequences death. സദൃശവാക്യം 21 വാക്യത്തിലേക്ക് വരുമ്പോൾ Proverbs chapter 20 verse number 4. അവിടെ പാപത്തിന്റെ മറ്റൊരു രൂപം കാണുവാൻ സാധിക്കുന്നു. We come across another portrait of sin. അവിടെ 3 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. We come across 3 things there. ഒന്ന് ഗർവമുള്ള കണ്ണ്, First is haughty look. 2 അഹങ്കാരമുള്ള ഹൃദയം, Second, pride heart. ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. Others lamp of the wicked, that's also sin. ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയവും, A lofty look and a proud heart. അതാണ് നിഗളം എന്ന് That's പറഞ്ഞിരിക്കുന്നത്. called arrogance. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ When we examine the word of God, ആദ്യമായി ഉടലെടുത്ത പാപം നിഗളമാണെന്ന് കാണുവാൻ സാധിക്കും. we notice for the first time sin is boastfulness. ദൂതന്മാരിലാണ് പാപം ഉടലെടുക്കുവാനിടയായി തീർന്നത്. Sin started culminating in angels. അവന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ നിമിത്തം അവൻ നിഗളിക്കുകയാണ് ചെയ്യുന്നത്. Because of the glory of his beauty, he became lofty minded. അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ അന്തർഭാഗം നിഗളിക്കുകയാണ് ചെയ്യുന്നത്. Because of much of his excellence within, he was lofty minded.
ഇപ്പോൾ അവൻ എന്താണ് പറയുന്നത്? What is he saying? ഞാൻ സ്വർഗത്തിൽ കയറും, I will ascend to heaven. ഞാൻ അത്യുന്നതനോട് സമനായി തീരും. I'll be equal to the Most High. പ്രിയ ദൈവമക്കളെ, Beloved people of God, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ when we go through the word of God, ദൈവം ക്ഷമിക്കത്തില്ലെന്ന് ആണിട്ട് പറയുന്ന രണ്ട് ഭാവങ്ങളുണ്ട്. the two passages God swears telling he will not forgive. ഒരു കാലത്തും ക്ഷമിക്കാത്ത ഭാവങ്ങൾ. Never, some sins will be forgiven. അതിലേറ്റവും വലുത് നിഗളമാണെന്ന് കാണുവാൻ സാധിക്കും. That's when it is haughty spirit. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. God loves a sinner. പാപിയെ തേടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. Jesus came to the world in search of the sinner. പക്ഷെ നിഗളിയെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? Concern the proud, what's mentioned in the word of God. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. God resists the proud. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. God resists the proud. ദൈവം ഒരു പാപിയോട് എതിർത്ത് നിൽക്കുന്നെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. Never is it in the word of God. God resists against a sinner. നോക്കുക, ദൂതന്മാർ പാപം ചെയ്തു, Angels commit a sin. മനുഷ്യനും പാപം ചെയ്തു. Man too commits a sin. ദൂതന്മാരുടെ പാപം എന്തായിരുന്നു? What was the sin of the angels? ഓ നിഗളം. It was pride. മനുഷ്യന്റെ പാപം എന്തായിരുന്നു? What was in the man? അനുസരണക്കേട്. Disobedience. എന്താണ് ദൈവം ചെയ്ത പ്രവൃത്തി? What is what God did? നിഗളികളായ ദൂതന്മാരെ ന്യായവിധിക്ക് വേണ്ടി അന്ധകാരത്തിന്റെ കീഴിൽ The സൂക്ഷിച്ചു. proud angels were kept in darkness for everlasting judgment. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേടിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. You not bring forth the remedy to the disobedience of man. God sent his only begotten son to the world. എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? What's it that we comprehend through this fact? ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയം. Haughty look and a proud heart. നമ്മൾ പലപ്പോഴും നമുക്ക് നിഗളമില്ലെന്ന് പറയും. Traveling we say, there's no pride in me. നിങ്ങളുടെ ഹൃദയത്തിൽ നിഗളത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can you understand at least an iota of pride in your heart? നിനക്ക് നിന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. If you're not able to forbear your brother, ഒരു വ്യക്തിയോട്, വിശ്വാസിയോട് ക്ഷമ ചോദിക്കുവാൻ കഴിയുന്നില്ല. if you're not able to apologize to your fellow brethren, നിന്റെ ഭർത്താവിനോട് നിരക്കുവാൻ കഴിയുന്നില്ല. if you're not able to cancel with your husband, ഭാര്യയോട് നിരക്കുവാൻ കഴിയുന്നില്ല. if you're not able to compromise with your wife, മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to ask pardon to the parents, സഭാവിശ്വാസിയോട് നിരന്നു പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to get reconciled with the members of the church, 100 ന്യായങ്ങൾ നിരത്തി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും. you better escape by giving hundreds of excuses. അടിസ്ഥാനപരമായി എന്താണ് അവിടുത്തെ പ്രശ്നം? Fundamentally, what is the problem there? നിനക്ക് ക്ഷമ ചോദിക്കാൻ കഴിയാത്തത് നിന്റെ ഹൃദയത്തിലെ നിഗളം കൊണ്ടാണ്. You are not able to apologize because of the lofty-mindedness. നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്തത് ഹൃദയത്തിലെ നിഗളം കൊണ്ടാണ്. You are not able to get reconciled because of the pride in the heart. ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയവും പാപമാണ്. The lofty look and the pride in the heart, that is the same. ദുഷ്ടന്മാരുടെ ദീപവും പാപമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. The light of the wicked is also the same. എന്താണ് ദുഷ്ടന്മാരുടെ ദീപം എന്ന് പറയുന്നത്? What is the light of the wicked? സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. The book of Psalms, in a particular context, it is mentioned. അവരുടെ പ്രാർത്ഥന കൂടെ പാപമായി തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. Let their prayer be sin. പ്രാർത്ഥന ദീപമാണല്ലോ. Their prayer is a lamp. പ്രാർത്ഥന കൂടെ പാപമായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. That's an experience, state in which this prayer becomes a sin. ദുഷ്ടനായി ജീവിച്ചാൽ നിന്റെ പ്രാർത്ഥന കൂടെ പാപമായി തീരും. If you accomplish a sinful life, your prayer shall become sinful. നിന്റെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണിയായി തീരും. All righteous works shall be waxed garment. ദുഷ്ടന്മാരുടെ ദീപം പാപമാണെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. God of God proclaims it is the prayer of the wicked is sinful. ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്താതെ, without have sanctification of life, പാപമോചനം നേടാതെ, without forgiveness of sin, ക്രമീകരണം വരുത്താതെ, to make a reconciliation, നീതി പ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ, if you do righteous works, പ്രാർത്ഥിച്ചതുകൊണ്ടോ, if you keep on praying, ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്നു. their prayer is not attested by heaven. ദുഷ്ടന്മാരുടെ ദീപം പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. The lights of the wicked is sinful. റോമാലേഖനം 14:23 വരുമ്പോൾ, Romans chapter 13 verse 23, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. that does not come out of faith is a sin. തീത്തോസിന്റെ 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ, Epistle Titus chapter 3 അതിന്റെ 10-11 വാക്യങ്ങളിൽ verses 10-11, നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു കാര്യത്തെ പാവമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. suppose to discount anything unimportant, that's highlighted the sin. സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നത്, Division in the church, സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നത് പാവമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. causing division in the church, that amounts to sin. ഒരു വ്യക്തി സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നെങ്കിൽ, If a person creates division in the church, അടിസ്ഥാനപരമായി അതിന്റെ കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. what is the basic reason behind it? അവൻ
അവൻ വക്രബുദ്ധിയായി പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. He is froward-hearted, he is committing sin. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ഭിന്നത ഉണ്ടാക്കിയാൽ അത് പാവമായിരിക്കും. Beloved people of God, if we create division in the church, that amounts to sin. എവിടെ നിന്നാണ് സഭയിൽ ഭിന്നത കടന്നു വരുന്നത്? For where this strife comes into the church, അത് ഒരൊറ്റ വ്യക്തിയിൽ നിന്നായിരിക്കും കടന്നു വരുന്നത്. perhaps from a single individual. അതിന് അനന്തരഫലം എന്തായിരിക്കും? What shall be the outcome? അനേകരെല്ലാം മല്ലപ്പെടുവാനിടയായി. Many would be corrupted with the same. ആരായിരിക്കും ഒരൊറ്റ വ്യക്തി എന്നറിയാമോ? Who is that single person? ദൈവകൃപ വിട്ടുപോയൊരു വ്യക്തി. A person who has fallen away from the grace of God. ഒരു വ്യക്തിയിൽ ദൈവകൃപ വിട്ടുപോകുമ്പോഴാണ് അവന് കൈപ്പുള്ള വേര് മുളയ്ക്കുന്നത്. When a person falls from the grace of God, bitter root sprouts up in him. അവൻ സഭയിൽ ഭിന്നത വരുത്തും. He creates strife in the church. അവൻ വക്രബുദ്ധിയായി പാപം ചെയ്യുവാൻ ഇടയായി. He becomes froward-hearted, he commits the sin. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപമകൾ പഠിച്ചാൽ, when we go through the parables of Jesus Christ, അവന്റെ ഉപമകളിൽ പാപത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. parables portray the multifaceted aspects of sin. കപടഭക്തി പാപമാണെന്ന് അവൻ ഉപമയിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. Hypocrisy is a sin, the parable speaks about it. ദ്രവ്യാഗ്രഹം പാപമാണെന്ന് യേശുക്രിസ്തു അവൻ തെളിയിച്ചിട്ടുണ്ട്. Lord Jesus Christ proved covetousness is a sin. ദൈവദൂഷണം പാപമാണെന്ന് തിരുവെടുത്ത് നമ്മൾ കാണുന്നു. Word of God says blasphemy is a sin. സഹോദരൻ ഇടർച്ച ഉണ്ടാക്കുന്നത് പാപമാണെന്ന് തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കുന്നു. Creating offense of brethren is a sin. ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, When a person is enslaved to sin, അവന്റെ മനസ്സും ഹൃദയവും ആത്മാവും മാത്രമല്ല, not only mind, heart and soul, അവന്റെ ശരീരവും കൂടെ പാപത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. even then the body is victimized to sin. എത്രയോ പാപങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. We discuss plenty of sins. ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. All these things need not find place in our life. ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ Or ഉണ്ടായി. is one of them might find place in our life. ആ പാപം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും മാത്രമല്ല, ശരീരത്തെയും കൂടെ അടിമപ്പെടുത്തി കളയാണ് ചെയ്യുന്നത്. That is enslaving not only the soul, heart and mind, that is enslaving the body as well. പാപം ശരീരത്തെ എങ്ങനെയാണ് അടിമപ്പെടുത്തുന്നത്? How does sin enslave the body? റോമലേഖനം 6-19 വാക്യത്തിലേക്ക് വരുമ്പോൾ, Ephesians Romans chapter 6 verse number 19. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. It is meant as you are committed, submitted body under the members of sin. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ A person continues a sinful life. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി സമർപ്പിക്കുകയാണ്. The members of the body are committed to sin and uncleanness. അവന്റെ കണ്ണിനെ അവൻ അശുദ്ധിക്ക് ഏൽപ്പിക്കുന്നു. He commits his eyes to uncleanness. അവന്റെ കാലുകളെ അധർമ്മത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives ears to iniquity. അവന്റെ കൈകളെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives a hand to pollution. അവന്റെ നാവിനെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു He കൊടുക്കുന്നു. gives a tongue to defilement. അവന്റെ ചെവിയെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു He കൊടുക്കുന്നു. gives his ears to uncleanness. അവന്റെ ഹൃദയത്തെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു He gives കൊടുക്കുന്നു. a heart to filthiness. അങ്ങനെ മനുഷ്യൻ പാപത്തിനടിമയെ തീരുമ്പോൾ, Therefore, once man becomes a sinner, അവന്റെ ശരീരവും കൂടെ അധർമ്മത്തിന് അശുദ്ധിക്ക് അടിമയെ തീരുകയാണ് ചെയ്യുന്നത്. his sinful body becomes victimized to sin and iniquity. അതവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. Not willingly he commits. ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, When a person is sensitive to sin, റോമലേഖനം 7-23 വാക്യത്തിലേക്ക് വരുമ്പോൾ, Romans chapter 7 verse 23, വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്: in the verse of Saint Paul, എന്റെ അവയവങ്ങളിൽ in my members, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപപ്രമാണം എന്നെ ബദ്ധനാക്കി കളയുന്നത് പറയുന്നു. there's the law of sin that is fight against my members, that is the law of sin. എന്റെ അവയവങ്ങളിൽ ഒരു പാപപ്രമാണം എന്നെ ബദ്ധനാക്കി കളയുകയാണ് ചെയ്യുന്നത്. There's the law captivating my body. ഒരു ബുദ്ധിയുടെ പ്രമാണം എന്നിലുണ്ട്, I got a law of the brain, പക്ഷെ ഒരു പാപപ്രമാണം എന്നെ പിടിച്ച് അടിമയാക്കി കളയുകയാണ് ചെയ്യുന്നത്. but a sinful law captivates and enslaves me. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? What is the consequence? നല്ലവനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, I have the desire to be good. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I have the desire to do good. പക്ഷെ ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. Alas, I do undesirable evil. ഇന്ന് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ ഇതാകുന്നു. Thus the real state of man who is clinging on to sinful life today. മദ്യപാനി ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്ക്, You ask a drunkard, അവൻ പറയും എനിക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല, he may have the desire to drink. എനിക്ക് മദ്യപാനം വിടണമെന്ന് ആഗ്രഹമുണ്ട്, He wants to keep off drinking. പക്ഷെ സാധിക്കുന്നില്ല. Alas, he is not able to do. പുകവലിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്കിയാട്ടെ, You ask a man who is smoking, എനിക്കിത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, I have the desire to give it up. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. Alas, it is impragmatic me. മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു നോക്കിയാട്ടെ, You ask a thief, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാലും അടുത്ത സ്ഥലത്ത് പോയി മോഷ്ടിച്ചിരിക്കും. when he comes to the prison, he goes to the next venue and steals the things. ഇനി മോഷ്ടിക്കണ്ട എന്നവൻ ആഗ്രഹമുണ്ട്, He has a desire not to steal again. പക്ഷെ അവന്റെ അവയവങ്ങളുടെ പാപപ്രമാണം അവനെ കീഴടക്കി കളയുകയാണ് ചെയ്യുന്നത്. There's a law of sin in the body that is conquering him again. ഒടുവിൽ ഈ പാപപ്രമാണം അവനെ മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Finally, this law of sin is bring him unto death.
അതാണ് റോമാലേഖനം 6:16 നമ്മൾ വായിക്കുന്നത്. Romans chapter 6 verse 16. ഓ അവൻ തിന്മ പ്രവർത്തിച്ചിട്ട് He commits the evil. മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. He becomes a servant of sin unto death. ഞാനൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കും. I would like to share an experience with you. ഞാൻ കൊട്ടാരക്കര സെന്ററിൽ ഒരു ട്രെയിനിങ് ബോയ് ആയി നിൽക്കുമ്പോൾ When I was undergoing training at the Kottarakara Center as a training boy, വിശ്വാസമെടുത്ത് പല പ്രവൃത്തികളും രാപ്പകൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. that day we had to perform plenty of works in the faith home. അങ്ങനെ ഇരിക്കും ഒരു ദിവസം Meanwhile, one day, കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിന്റെ മുകളിൽ ചില വർക്കുകൾ നടക്കുകയാണ് ചെയ്യുന്നത്. on the upper side of Kottarakara Center faith home, some construction work was carried out. ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു കമ്പനിയുടെ പ്രതിനിധികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. Representatives of Bangalore based company engaged in the work there. ആ വർക്ക് ചെയ്യുന്ന കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കിഴക്കേത്തിരിവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ്. Near Kottarakara, at a village called Kirakekara, a person undertook this process. ഏകദേശം എന്റെ വീടും ആ നാടും ആ സ്ഥലം തന്നെയാണ്. And my native place is also belong to the same place. യാദൃച്ഛികമായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് സുവിശേഷം പറയണം. Inadvertently, the Spirit of God urged me to preach about the gospel to that man. ഉച്ചസമയത്ത് ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ After lunch, ഞാൻ മുകളിൽ തന്റെ അടുക്കൽ ചെന്നു. I approached him in the upper story. ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടയാണ്. I asked him, have you been saved? താൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. He replied negatively. മദ്യപിക്കാറുണ്ടോ? Do you drink? ഉണ്ടെന്ന് പറഞ്ഞു. He said affirmatively. എന്റെ ആത്മാഹൃദയത്തിൽ വല്ലാതെ എന്നെ പ്രേരിപ്പിച്ചു. My soul inspired me. ഞാൻ പറഞ്ഞു മദ്യപിക്കരുത്. I advise you not to drink. ഇനി നല്ലവനായി ജീവിച്ചു കൊള്ളണം. He must lead an exemplary life. പാപത്തെ ഏറ്റു പറയണം. He must confess his sins. ആരാധനയ്ക്ക് കടന്നു വരണം. Attend the meetings. എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഉൾപ്രേരണ ഉണ്ടായിട്ട് I had a great intuition. ഞാൻ തന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, I held his hand and said, ഇനി മുതൽ തീരുമാനിക്കും മദ്യപിക്കത്തില്ല. make a decision not to drink hereafter. താൻ എന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, He told me, പാസ്റ്റർ എനിക്ക് ആഗ്രഹമുണ്ട്. Pastor, I have the എനിക്ക് desire. നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I want to lead an exemplary life. പക്ഷെ ഞാൻ വീണ്ടും അറിയാതെ മദ്യപിച്ചു പോകുന്നു. Alas, unwittingly, I drink again. ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ മദ്യപിക്കരുത്. I told him, today you must not drink. ഇല്ല പാസ്റ്റർ ഞാൻ മദ്യപിക്കത്തില്ലെന്ന് He പറഞ്ഞു. promised he would not drink thereafter. അന്നത്തെ ദിവസം പിന്നിട്ട് പോയി. The same day passed by. അടുത്ത ദിവസം മധ്യാഹ്നമായപ്പോൾ Next day by noon, വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തി. again the Spirit of God importuned to me. ഈ വ്യക്തിയുടെ അടുക്കൽ പോയി വീണ്ടും ഭാവബോധം വരുത്തണമെന്നുള്ളതിനെ കുറിച്ച് That I had the desire to just convict this person of his sins. ഞാൻ ഓടിയ തന്റെ അടുക്കൽ ചെന്നു. I approached him. സഹോദരൻ മദ്യപിച്ചോ? Brother, have you drunk? താൻ പറഞ്ഞു ഞാൻ പാസ്റ്റർ ഞാൻ മദ്യപിച്ചു. Pastor, I drank. എനിക്ക് മദ്യപിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. I was not able to contain it. അല്പം ലജ്ജയോട് പറഞ്ഞു. Shamefully he said. വീണ്ടും ഞാൻ തന്റെ അടുക്കൽ ഉപദേശം കൊടുത്തു. I again exhorted him. അന്ന് താൻ എന്നോട് പറഞ്ഞു മദ്യപിക്കത്തില്ല. The same day he promised he would not drink ഞാൻ thereafter. ആരാധനയ്ക്കെല്ലാം വന്നുകൊള്ളാം. I would attend all the meetings. ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. I returned. എന്നാൽ അടുത്ത പ്രഭാതം വന്നു. Next morning, മലയാള മനോരമ പത്രം നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടിട്ടു. Malayalam paper was kept in the sit out of the faith home. ഞാൻ അതിന്റെ ഉൾഭാഗം പെട്ടെന്ന് വായിച്ചു നോക്കി. I went through the inner pages. നിര്യാതരായവരുടെ കോളത്തിനടുത്ത് തന്റെ ഫോട്ടോ കണ്ടു. In the column of the demise, his photograph was given. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു കുത്തേറ്റു മരിച്ചു. This is the caption, he was stabbed to death. എന്താണ് സംഭവിച്ചത്? You know what happened? അന്നും താൻ പോയി മദ്യപിച്ചു. Same day, he was given to drinking. മറ്റൊരാൾ തനിക്ക് അല്പം പണം കൊടുക്കുവാനുണ്ടായിരുന്നു. One of the person had to give him some money. അത് തമ്മിൽ വാക്കേറ്റമായി. There was a brawl. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. Both drunk. അവന്റെ കയ്യിൽ കടാരി ഉണ്ടായിരുന്നു. He had the saber. അതുകൊണ്ട് അവന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. And he stabbed in his chest. അവിടെ വീണ് കിടന്ന് പിടഞ്ഞു മരിച്ചു. He fell down, wriggled and died. അടുത്ത ദിവസം തന്റെ പത്രത്തിൽ ഫോട്ടോ വരികയാണ് ചെയ്തത്. Next day, his photograph was published in the paper. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters, listening to me. അവസാന നിമിഷം ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെട്ടു. Even the last moment, the Spirit of God dealt with him. താൻ എന്താണ് പറഞ്ഞത്? You know what did he say? എനിക്ക് ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല. I have the desire, I am not able to be. പാപം ദാസന്മാരാക്കി കളയുകയാണ് ചെയ്യുന്നത്. Sin is captivating you. ഒരു മനുഷ്യൻ പാപത്തിന് ദാസനായി തീരുമ്പോൾ Whenever one becomes a slave to sin, ഒരു യാഥാർത്ഥ്യം നമ്മൾ we മനസ്സിലാക്കിക്കൊള്ളണം. must understand the truth. അവൻ യഥാർത്ഥത്തിൽ പാപത്തിന് മാത്രമല്ല ദാസനായി തീരുന്നത്. Really, he is not simply a slave to sin. പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്കൊക്കെയും അവൻ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. He is captivated to all the consequences of sin. എന്താണ് പാപത്തിന്റെ പരിണിത ഫലങ്ങൾ? What are the consequences of sin? ഒന്ന് രോഗപാപത്തിന്റെ പരിണിത The ഫലമാണ്. sickness is the consequence of sin. പാപത്താൽ മനുഷ്യൻ രോഗികളായി ജീവിക്കും. By sin, people become sick. ശാപം പാപത്തിന്റെ അനന്തര ഫലമാണ്. Curse is the outcome of sin. മനുഷ്യൻ ശാപഗ്രസ്തരായി ലോകത്ത് ജീവിക്കും. Man is victimized to curses. മരണം പാപത്തിന്റെ അനന്തര ഫലമാണ്. Death is the result of sin. മനുഷ്യൻ മരണത്തിന് അധീനനായി ജീവിക്കുകയാണ് Man ചെയ്യുന്നത്. is subjected to death. ഇന്ന് ലോകത്തിലെ മനുഷ്യനെ നമ്മൾ നോക്കിയാട്ടെ. When you observe the present world, എത്രയോ കോടിക്കണക്കിന് മനുഷ്യൻ. millions of people, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, time and again I would think, എന്റെ വിശ്വാസമെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ പറയാറുണ്ട്, I let pray by faith, I used to repeat, നമ്മൾ ഇത്ര സമാധാനമായിട്ടിരിക്കുന്നു, peacefully we lead our lives, സൗഖ്യത്തോടെ ഇരിക്കുന്നു, we have a healthy life, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം we തന്നിരിക്കുന്നു. are privileged to worship God. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചുറ്റുപാടേക്ക് കണ്ണോടിച്ചാട്ടെ. Let us focus into the suburbs. ഈ കൊച്ചു കേരളത്തിൽ In മാത്രം the small Kerala itself, എത്ര ആയിരക്കണക്കിന് ഹോസ്പിറ്റലുകൾ, thousands of hospitals, എത്ര 10,000
ആയിരക്കണക്കിന് ജനങ്ങൾ 10,000s of people ഏതെല്ലാം നിലവാരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. in different angles undergo anguish. എത്രയോ പേർ ഐസിയുവിൽ കിടന്ന് ജീവനും ഇടയ്ക്കുള്ളിൽ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. Many people are battling between life and death in ICU units. എത്രയോ ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. Many ambulances are moving helter-skelterly. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, My brothers and sisters, hearing my voice tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ Tonight, as we hear the word of God, അനേക ആംബുലൻസുകൾ ഈ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് many ചെയ്യുന്നത്. ambulances are plying in this Kerala. അനേക കുടുംബങ്ങൾ ദുരിത കടലിൽ അകപ്പെട്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. Many families plunge in the whirlpool of sufferings and lamenting. അനേകർ ജീവന് വേണ്ടി നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. Many are crying to win life again. പാവം മനുഷ്യനെ രോഗഗ്രസ്തനാക്കി തീർക്കുന്നു. Sin is a translating man into a sick one. ഈ യാഥാർത്ഥ്യം മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. Man fails to understand this truth. അവൻ ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് He is ചെയ്യുന്നത്. rushing to hospitals. യഥാർത്ഥത്തിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ രഹസ്യം എന്താണ്? Really, what is the mystery behind this sickness? ബെഥസ്ദ കുളക്കരയിൽ കിടന്ന് 38 വർഷമായി രോഗി. By a sick person prolonged 30 years sitting at the bank of Bethesda. അവൻ രോഗശാന്തിക്ക് വേണ്ടി വളരെ ശ്രമിക്കുകയുണ്ടായി. He was striving to have divine healing. പക്ഷെ അവൻ രോഗശാന്തി വരുവാൻ കഴിഞ്ഞില്ല. He is not able to find healing. എന്നാൽ യേശു ആ വഴിയിലൂടെ കടന്നവൻ. Jesus passed by that way. കർത്താവിനെ സൗഖ്യമാക്കി. The Lord had commanded healing. അവൻ എഴുന്നേറ്റ് നടന്നു. He stood up and walked. അനന്തരമായി അവനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ Thereafter, seeing in the temple, യേശു അവനോടൊരു കാര്യം പറഞ്ഞു. Jesus asked him അധികം തിന്മയായിട്ട് ഭവിക്കാതിരിപ്പാൻ not to be upon evil. മേലാൽ പാപം ചെയ്യരുത്. Do not commit sin anymore. ഇത്രനാളവൻ രോഗിയായിരുന്നതിന്റെ കാരണം പാപമായിരുന്നു. So far he has been sick because of sin. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, Whenever brothers and sisters listening to me, വിട്ടുമാറാത്ത ഏതെങ്കിലും രോഗത്തിന് നിങ്ങൾ അടിമയാണോ? I answer to some fatal sickness. കുടുംബത്തിൽ പാരമ്പര്യമായ രോഗത്തിന്റെ ശക്തികൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? Whether the traditional power of sickness haunting your life, വൈദ്യശാസ്ത്രം നിങ്ങളുടെ മുമ്പിൽ കൈമലർത്തി കാണിക്കുന്നുണ്ടോ? medical science might miserably fail. നിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും പാവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Examine is any hidden sin in your heart. ആരോടെങ്കിലും ക്ഷമിക്കുവാനോടെന്ന് ചിന്തിച്ചു നോക്കിയാൽ, Just to think whether you have to forgive to anybody. ദൈവിക പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Have you transgressed the commandment of God? Think about it. ദൈവം നിനക്കെന്ന ശ്രേഷ്ഠതയ്ക്ക് യോഗ്യമല്ലാത്ത രീതി ചിന്തിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ, Just think, have you done anything that is contrary to the thing God has given you? പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Have you kept on praying the things that you are expected to pray? ഓ മനുഷ്യന്റെ മരണത്തിനടിമയായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. Man is sensitive to the spirit of death today. മരണത്തിന് അധീനമായ ഒരു ശരീരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. Man is in a body prone to death. മനുഷ്യന്റെ ഹൃദയത്തിൽ നിലവിളി പുറത്തേക്ക് വരികയാണ്. It is anguish coming out of human heart. ഓ എന്നെ ആർ വിടുവിക്കും? No, who shall deliver me? ഈ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും? Who shall deliver me from this wretched body? വൈദ്യശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു. Even though medical science reaches the pinnacle, ഓ അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. and their inventions are made for transplantation of members of the body. കോശങ്ങൾ മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. Transplanted cells are made. ഹാർട്ടും ലിവറും മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. Transplanted heart and liver can be done. പക്ഷേ ജീവനെ നിലനിർത്തുവാനുള്ള സിദ്ധാന്തം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. No principle is invented not to sustain your life. മരണത്തെ കീഴ്പ്പെടുത്തുവാൻ ഇന്നുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. So far, science is going to do something in order to preserve you or conquer death. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരൻ, Fellow brothers and sisters listening to me, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് പ്രാപിക്കുവാൻ കഴിയൂ. only through Lord Jesus Christ that can be attained. ലോകത്തിൽ ആർക്കും ഇത്തരം വിഷയങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ സാധിക്കത്തില്ല. Nobody under the sun could command effect such deliverance in our life. ലോകത്തിൽ ഒരു ഭരണകൂടത്തിനും സാധിക്കത്തില്ല. No governance in the world could effect the same. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കത്തില്ല. No political party should command the same. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1941 we heard the Atlantic signs. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൺ ചർച്ചിൽ, British Prime Minister Winston Churchill, അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ്, American President Roosevelt, 1941 1941 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വെച്ച് in the Atlantic Ocean, ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ the flowing ship, അവർ അഗ്രിമെന്റ് ഒപ്പിയിട്ടു. they made an agreement. അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. It's called the Atlantic Charter. അത് ലോകത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു വിഷയം. That's called the emancipation, the freedom of the world. ലോകത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക, അതാണ് അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ പ്രമേയം. Okay, freedom to the world, that is the covenant of Atlantic Charter. ലോകത്തിന് 4 വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം വേണം. The world is in need of freedom for 4 things. ഒന്ന് ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, First, the freedom from poverty, 2 ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, freedom from fear, 3 ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, freedom for worship, 4 അഭിപ്രായത്തിലുള്ള സ്വാതന്ത്ര്യം. finally freedom of expression. ഇതായിരുന്നു അറ്റ്ലാന്റിക് ചാർട്ടറിൽ അവർ ഒപ്പുവെച്ചത്. So this is signed in the Pact of Atlantic Charter. ലോകത്തിലെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ, The greatest 2 leaders in the world. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. You must understand
understand one truth. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. They were not able to implement freedom from sin. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവിടെ എഗ്രിമെന്റ് സാധിച്ചിട്ടില്ല. They were not able to effect freedom from sickness. ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവിടെ എഗ്രിമെന്റ് സാധിച്ചിട്ടില്ല. They were not able to effect freedom from curse. എന്നാൽ നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്നു. Lord Jesus Christ came to the world. എന്തിനു വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് What വന്നത്? for all had Jesus come to the world? മാനവജാതിക്ക് സ്വാതന്ത്ര്യത്തെ കൊടുക്കുക, To proclaim declaration of freedom to mankind. അവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from sin. അവനെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from sickness. അവനെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from curse. അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from death. അവനെ അടിമപ്പെടുത്ത ശക്തിയിൽ നിന്ന് To വിടുവിക്കുവാൻ deliver him from the powers that യേശു gave him. യേശു സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവും ഈ ലോകത്തിലേക്ക് വന്നു. Lord Jesus came to the world with a message of liberty. യോഹന്നാൻ 8:36 നമ്മൾ വായിക്കുന്നു. John 8 verse 36. പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായി. Once the Son brings us freedom, we are free forever. ലോകത്തിൽ മനുഷ്യന് തങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു. The present people of the world say we are there free. ഓ, യഹൂദന്മാർക്കും അങ്ങനെ പ്രശംസ ഉണ്ടായിരുന്നു. Jews had all claim. ഓ, ഞങ്ങൾ യാക്കോബിന്റെ സന്തതികളാണ്, We are the generation of Jacob. ഞങ്ങൾ ആർക്കും അടിമകളായി തീർന്നിട്ടില്ല. We are not slave to anybody. ലോകത്തിൽ മനുഷ്യൻ ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു. The people who say they are free. പക്ഷെ തിരുവെടുത്ത് വ്യക്തമായി നിന്നെ പഠിപ്പിക്കുന്ന Word of God teaches in clear terms. കർത്താവ് നിന്നെ സ്വതന്ത്രനാക്കിയില്ലെങ്കിൽ നീ സ്വതന്ത്രനല്ല. Unless the Lord sets you free, you are not at all free. ഗലാത്യലേഖനം 5:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. Galatians chapter 5 the first verse. സ്വാതന്ത്ര്യത്തിലെ ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. Christ has set us free unto liberty. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുവിൻ. Therefore you must become firm in it. അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകുന്നവരാവരുത്. Be not entangled under the yoke of bondage again. ഇന്ന് രാത്രി എത്ര ദൈവമക്കളെ സ്വാതന്ത്ര്യം പ്രാപിച്ചു? Tonight, how many people of God could attain this freedom? അതോ ഇന്ന് പാപത്തിന് ദാസനായി നീ ജീവിക്കുന്നു? Or still, I will be slave to sin. വിട്ടുമാറാത്ത രോഗത്തിന് അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I enslaved to sin that is an inseparable wrath. നിന്റെ കുടുംബത്തെ തകർക്കുന്ന ശാപങ്ങൾക്ക് അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I enslaved to curse that is destroying your family. മരണത്തിന് അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I be enslaved to spirit of death. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, Fellow brothers and sisters listening to me tonight, യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവിൻ. let us step into the real liberty. യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരും. Jesus Christ brings this freedom to us. യോഹന്നാൻ 8:32 വരുമ്പോൾ John 8 chapter 38. നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയുന്നു. We read about another aspect that brings us freedom. ഓ, ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം It is തരുന്നത്. the word of God that brings us freedom. സത്യം നമ്മെ സ്വതന്ത്രരാക്കി തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. The truth shall set us free. നിങ്ങൾ സത്യം അറിയുകയും You should know the truth, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കുകയും or ചെയ്യും. the truth shall set you free. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ പലതിനും അടിമപ്പെട്ടിരിക്കുക. In the present world, people are enslaved to diverse things. എന്തിനാ കാരണമെന്നറിയാമോ? You know the basic reason? സത്യം അവർക്ക് അറിയത്തില്ല. They do not know the truth. അവർക്ക് സ്നാനത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of water baptism. മാനസാന്തരത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of repentance. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള സത്യം അറിയത്തില്ല. They do not know the truth that they must receive the baptism with the Holy Ghost. ഒരുപാട് ജീവിതത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of separated life. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് Near Kuttarakara, ഒരു പുരാതനമായ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. in a traditional Christian family, ഒരു കുടുംബത്തിന്റെ കുടുംബ ഓഹരിയിലാണ് ആ പള്ളി നിൽക്കുന്നത്. in the inheritance, a particular family that was set. ഒരു പുരാതനമായ ദേവാലയം. That's the traditional temple. എന്നാൽ സംഭവിച്ചത് What happened ആ there? കുടുംബത്തിലെ മൂത്ത മകന്റെ ഓഹരിയിലാണ് ഈ പള്ളി നിൽക്കുന്നത്. It is in the shed, the eldest son, this is constructed. താൻ ജോലി സംബന്ധമായി ഗൾഫിലേക്ക് പോയി. His one of his sons went to Gulf. അവിടെ ചില പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ നേരിട്ടു. After reaching there, he met a crisis. ആ സമയത്തിൽ വേദപുസ്തകം വായിക്കുവാൻ താൻ തീരുമാനിച്ചു. He decided to read the Bible. വേദപുസ്തകം വായിച്ചപ്പോൾ When he went through the scripture, സത്യം താൻ അറിഞ്ഞു. he knew the truth. സത്യം തന്നെ സ്വതന്ത്രനാക്കി. The truth is set him free. ഓ, തന്റെ കാഴ്ചപ്പാടുകൾ തെറ്റം താൻ മനസ്സിലാക്കി. He understands that is wrong to his outlook. അവിടുന്ന് തെറ്റേറ്റു പറഞ്ഞ് താൻ കരഞ്ഞു. He confessed and wept ഓ, over his താൻ shortcoming. വചനത്തെ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ടു. He undertook the word of God, repented. കൊട്ടാരക്കര നമ്മുടെ സെൻട്രൽ ഫെയ്ത്തോമിൽ വന്ന് സ്നാനപ്പെടുവാനിടയായി തീർന്നു. He came to Kuttarakara, sanctified to him, took water baptism. പ്രിയപ്പെട്ട ദൈവമക്കളെ, All about people of ആ God. കുടുംബം പൂർണ്ണമായി രക്ഷയെ പ്രാപിച്ചു. That family altogether embraces ആ salvation. കുടുംബത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. I can say two things concerning that family. അദ്ദേഹത്തിന്റെ ഭാര്യ ധനാഠ്യ ഒരു കുടുംബത്തിലുള്ളതാകുന്നു. His wife represents an aristocratic family. താൻ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വരുന്നുണ്ട്. She would attend the fasting prayers. ഓ, ഞാൻ ട്രെയിനിങ് പോയി അവിടെ നിൽക്കുന്ന സമയമാണ്. When he was a training boy then, ശരീരം മുഴുവൻ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. when the body clad with ornaments, ഉന്നതമായ കുലത്തിൽ ജനിച്ചതിന്റെ വ്യക്തിത്വമുണ്ട്. that is a personality representing the aristocratic family. കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്തോമിന്റെ
സിറ്റ് ഔട്ടിൽ വെച്ച് At the sit out of Kottarakara Faith Home, ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. hopefully noticed one thing. പാസ്റ്റർ ജോസഫ് കുട്ടിച്ച പ്രാർത്ഥിച്ചു. Pastor Joseph Kutti prayed. പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, After prayer said, സിസ്റ്റർ ആഭരണങ്ങളൊന്നും നീക്കണ്ട, Sister, you need not withdraw your garment, നിങ്ങൾ your ornaments. നിങ്ങൾ അതോർത്ത് ഭാരപ്പെടണ്ട. You don't be burdened over the ornaments. ദൈവം നിങ്ങളോട് പറയുന്നെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. If God directs you, simply do it. ഓ, ആ സഹോദരിക്ക് വലിയ സന്തോഷം. She was joyful highly. പ്രാർത്ഥിച്ച ഭവനത്തിലേക്ക് കടന്നുപോയി. She was sent off after prayer. ഏതാണ്ട് 2:30 മണി കഴിഞ്ഞപ്പോൾ After 2:30, ശരീരം മുഴുവനും ചൊറിയുവാൻ തുടങ്ങി. her body started itching. ചുവന്ന് തുടുക്കുവാൻ തുടങ്ങി. Then it started making rashes. ഒട്ടി വെള്ളം ശരീരത്തിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങി. Fine water started coming out. പെട്ടെന്ന് അവരെ ഗവൺമെന്റ് അവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. Suddenly she was admitted to the medical trust hospital. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, Doctor after examination said, സ്വർണം അലർജിയാണെന്ന് പറഞ്ഞു. is allergic of gold. ഇത് ശരീരത്തിൽ നീക്കിക്കളയണമെന്ന് You പറഞ്ഞു. must remove this from the body. അതോടെ ആ സഹോദരി രക്ഷിക്കപ്പെട്ടു. With it she was saved. അവർ കുടുംബമായി സ്നാനമേറ്റു. Then the family took water baptism. സമുദായത്തിൽ നിന്ന് ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായി. From the normal church, there was a great stiff resistance. മതമേലധ്യക്ഷം അവിടെ കടന്നു വന്നു. Leaders of the church came there. അവരോട് താൻ സംസാരിച്ചു. They engaged in conversation. വേദപുസ്തകം തുറന്ന് മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. Opened the Bible, spoke about repentance, സ്നാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about water baptism, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു spoke കൊടുത്തു. about the Holy Ghost, വേർപാടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about life of separation, കർത്താവിന്റെ വരവിൽ പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about the essentiality to be taken with the coming of the Lord. എല്ലാം കേട്ടുകൊണ്ടുന്ന പുരോഹിതൻ തിരിച്ചൊരു കാര്യം പറഞ്ഞു. The priest listened to everything and responded. തോമസ് എന്നാണ് ആ വിശ്വാസിയുടെ His പേര്. name is Thomas. തോമസേ, നിന്നോട് ഇത് വായിക്കാൻ ആര് പറഞ്ഞു? Thomas, who asked you to read this? ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളതല്ല. This is not meant for you. ഞാൻ സ്നേഹത്തോടെ തന്നോട് പറഞ്ഞു, Lovingly said, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത്. heaven say, do not disturb me. എന്നെ കേൾക്കുന്ന അധികം മക്കളെ, Beloved people of God listening to me, സത്യം നിങ്ങൾ അറിഞ്ഞാട്ടെ. you must know the truth. ദൈവത്തിന് എന്തും പറയുന്ന സത്യം നിങ്ങൾ അറിഞ്ഞാട്ടെ. You must know the truth, proclaim the word of ആ God. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുവാനിടയായി തീരും. That the truth is able to set you free. ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായി തീരുവീൻ. You must be established in the truth of God. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? For the same purpose, what must be done? നഫ്താലിയെ പോലെ You പോരാടിക്കൊണ്ടിരിക്കും. must strive like Naphtali. പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? What does St. Paul say? ഞാൻ നല്ലപോർ പൊരുതി എന്റെ ഓട്ടം I തികച്ചു. fought the good fight. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? For the same purpose, what must be done on our part? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നമ്മൾ We got liberty from sin. നീതിക്ക് ദാസന്മാരായി തീരും. We must be enslaved to righteousness. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നീതിക്ക് ദാസന്മാരായി ജീവിക്കണം. You who could attain this repentance, now you have to be enslaved to truth of God. അത് മാത്രമല്ല, Moreover, നമ്മുടെ അവയവങ്ങളെ in the members, വിശുദ്ധീകരണത്തിന് നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. you enslaved to righteousness and sanctification. നമ്മുടെ കൈകൾ വിശുദ്ധിക്കുള്ളത്, Our hands unto holiness, നമ്മുടെ കണ്ണുകൾ വിശുദ്ധിക്കുള്ളത്, eyes unto നമ്മുടെ holiness, കാലുകൾ നീതിക്കുള്ളത്, legs unto righteousness, നമ്മുടെ നാവ് വിശുദ്ധിക്കുള്ളത്. tongue unto holiness. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കും. To which cause we have to commit ourselves. പാപം ചെയ്യുന്നവർ പിശാചിന്റെ മകൻ.